ആദ്യമായിട്ട് ഞാൻ സഞ്ജുവിനെ കാണുന്നത് ഒരു ആം റെസ്ലിംഗിൻ്റെ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ വെച്ചിട്ടാണ് ആദ്യം കാണുന്നത്. ഒരു പെൺകുട്ടി ബൈക്കിൽ വന്നിറങ്ങുന്നു. ഓക്കെ, നല്ലൊരു ആറ്റിറ്റ്യൂഡായിട്ട് ഇറങ്ങുന്നു. ഞാൻ ഓൾറെഡി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് ഞാൻ ആളിനെ കാണുന്നതാണ്. ആൾ ഓൾറെഡി ഒരു ഫയർ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോടെല്ലാം ഒരു ആത്മാർത്ഥത കാണിക്കുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എനിക്ക് ബോക്സിങ് അല്ലെങ്കിൽ കിക്ക് ബോക്സിങ് പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ കിക്ക് ബോക്സിംഗ് ഫീൽഡിൽ 10 വർഷമായിട്ടുണ്ട്. 7 വർഷമായിട്ട് കിക്ക് ബോക്സിംഗ് ചെയ്യുന്നുണ്ട്. എൻ്റെ കോച്ച് വിവേക് AS ആണ്. സാറിൻ്റെ അണ്ടറിൽ 7 വർഷമായിട്ട് ഞാൻ കിക്ക് ബോക്സിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യൻ കിക്ക് ബോക്സിങ്ങിൽ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് ബ്രോൺസ് മെഡൽ നേടാൻ പറ്റിയ 77 കൺട്രി വന്നൊരു കോമ്പറ്റീഷൻ ആയിരുന്നു അത്. തുടർച്ചയായി 2ാം തവണയും കിക്ക് ബോക്സിംഗിൽ ഇന്റർനാഷണൽ മെഡൽ കരസ്ഥമാക്കി തിരുവനന്തപുരം വെള്ളായണി സ്വദേശി സഞ്ജു MS. ദില്ലിയിൽ വെച്ച് നടന്ന 2ാമത് വാക്കോ ഇന്ത്യൻ ഓപ്പൺ ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് വെള്ളി മെഡൽ നേടിയത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്നും 48 കിലോ ലോക്കിംഗ് വിഭാഗത്തിലാണ് സഞ്ജുവിന്റെ നേട്ടം. നേരത്തെ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗിൽ ടൂർണമെന്റിൽ ബ്രോൺസ് മെഡലും സഞ്ജു നേടിയിരുന്നു. വളരെ സ്ട്രഗിൾ ചെയ്ത് പോയൊരു കോമ്പറ്റീഷൻ ആയിരുന്നു അത്. എനിക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവസാന നിമിഷത്തിൽ അയാൾ പിന്മാറുകയും വളരെ സ്ട്രഗിൾ ചെയ്തു. കിക്ക് ബോക്സിംഗ് നിർത്തിയാൽ എന്തെന്ന് ആലോചിച്ചൊരു സിറ്റുവേഷനിലായിരുന്നു ഞാനും കോച്ചും ഒരുപാട് ബുദ്ധിമുട്ടിയൊരു സിറ്റുവേഷനായിരുന്നു. അവസാനം എനിക്കുണ്ടായിരുന്നൊരു ബുള്ളറ്റ് പണയം പെടുത്തിയാണ് ഞാൻ ചാമ്പ്യൻഷിപ്പിൽ പോയത്. അത് ന്യൂസിൽ കണ്ടിട്ട് ഒരു ദുബായിലൊരാൾ എനിക്ക് വന്ന് സ്പോൺസർഷിപ്പ് അഗെയിൻ ചെയ്യുമായിരുന്നു. അതൊരു ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ കോമ്പറ്റീഷന് പോകാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല. ആൾ റേസിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ ബൈക്ക് റേസ് ചെയ്തിട്ട് വീണിട്ട് ഒരു ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതും വെച്ചിട്ടാണ് ആളൊരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിന് വരുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് ഞാൻ കാണുന്നതാണ് ആൾക്ക് ഇതിനോടുള്ള ഒരു പാഷൻ. ആ ഒരു പാഷന് വേണ്ടിയിട്ടാണ് ആൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ISROയിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഈ ഒരു കിക്ക് ബോക്സിങ്ങിൻ്റെ ഒരു പാഷന് വേണ്ടിയിട്ട് ആ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇത്രയും നാൾ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഒരു വനിത, ഒരു ഫീമെയിൽ അത്ലറ്റ് ഇൻ്റർനാഷണൽ പോയിട്ട് കിക്ക് ബോക്സിങ്ങിൽ മെഡൽ അടിക്കുന്നതും സഞ്ജു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മെഡൽ അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം അവർ വേറെ കരിയറിലോട്ടോ അല്ലെങ്കിൽ അവരുടെ വേറെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകും. പക്ഷേ സഞ്ജു എന്ന് പറയുന്ന വ്യക്തി കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നിട്ട് ഇതാണ് എന്നോட ലൈഫ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഗോൾ, അല്ലെങ്കിൽ എൻ്റെ ഡ്രീം എന്നും പറഞ്ഞിട്ട് മുന്നോട്ട് വെക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ത്യക്ക് വേണ്ടി ഒരു വെങ്കല മെഡൽ നേടാൻ സാധിച്ചത് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു മൂമെൻ്റ് ആയിരുന്നു. ആ പോഡിയത്തിൽ കയറി നിന്ന് ആ മെഡൽ വാങ്ങിയപ്പോൾ ഒരു മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടുകാരുടെയും അത്രയും സ്നേഹിക്കപ്പെടുന്ന ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഈ വീട്ടിലെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും ശരി, സപ്പോർട്ട് കുറവായിട്ടുള്ളതായിരുന്നാലും ശരി, എല്ലാം തന്നെ ഞാൻ തരണം ചെയ്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയും കൂടിയാണ്. അതാണ് സഞ്ജുവിൻ്റെ അകത്തുള്ളൊരു ഫയറും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം തോന്നിയിട്ടുള്ളതും സഞ്ജുവിൽ തോന്നിയിട്ടുള്ളതും ഈ ഒരു കാര്യമാണ്. എൻ്റെ ഈ 7 വർഷത്തെ കിക്ക് ബോക്സിംഗ് ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതാണ്. ഒരു സ്പോർട്സ് പ്ലെയറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ ജേഴ്സി എന്നത് വലിയൊരു സ്വപ്നമാണ്. ആ ഒരു സ്വപ്നം ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തന്നെ നേടി. പക്ഷേ വേൾഡ് ചാമ്പ്യൻഷിപ്പ് പോയി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു മെഡൽ നേടുക എന്നൊരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തോളം എനിക്ക് സെലക്ഷൻ ലഭിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. കാരണം 2 വർഷത്തിലൊരിക്കലാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഈ പ്രാവശ്യം അബുദാബിയിലാണ് വെച്ച് നടക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യം സെലക്ഷൻ കിട്ടിയിട്ട് എനിക്ക് സ്പോൺസർഷിപ്പ് കിട്ടാത്തത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം നവംബർ 21 മുതൽ 30 വരെ അബുദാബിയിൽ വെച്ചാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. അതിന് എനിക്ക് സെലക്ഷൻ ഉണ്ട്. ഞാൻ ഈ വർഷം പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ പോയൊരു മെഡൽ നേടുക എന്നതാണ് ഇപ്പോൾ എൻ്റെ ജീവിത അഭിലാഷം എന്ന് തന്നെ പറയാം.